ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സീറ്റ് ചർച്ചകൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമില്ലാതെ എല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷം ഇടതുമുന്നണി കൺവീനർ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന ആന്റണി രാജുവിൻ്റെ പാർട്ടിക്കും തൽക്കാലം സീറ്റ് നഷ്ടപ്പെടില്ല. പക്ഷേ ഒരു ഉറപ്പ് നൽകണം, ആരായിരിക്കും മത്സരിക്കുന്നത് തിരുവനന്തപുരത്തെന്ന്. അത് സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ അറിയിച്ചതിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുക. സാധാരണഗതിയിൽ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറുന്ന പതിവ് എല്ലാ മുന്നണികളിലും ഉള്ളതാണ്. ഇത്തവണ LDFിൽ അത്തരത്തിൽ ഒരു പതിവ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച എല്ലാ സീറ്റുകളിലും അവരവരുടെ സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കും. കേരള കോൺഗ്രസ് എം കഴിഞ്ഞ പ്രാവശ്യം 12 സീറ്റിലാണ് മത്സരിച്ചത്. ഇത്തവണ അത് 13 ആക്കി മാറ്റണം എന്നാവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അവസാനത്താണ്. പക്ഷേ ഒരു കാര്യം ഇടതുമുന്നണി കൺവീനർ പറഞ്ഞു, എന്നാണോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത് തൊട്ടടുത്ത നിമിഷം തന്നെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും എന്ന്. അതിൻ്റെ അർത്ഥം ഇടതുമുന്നണി സർവ്വസജ്ജം എന്ന് തന്നെയാണ്. CPI ആകട്ടെ അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാന കൗൺസിൽ യോഗവും ചില നടപടിക്രമങ്ങൾക്ക് അംഗീകാരം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമായിരുന്നു 3 ടേം പൂർത്തിയാക്കിയ MLAമാരെ ഒഴിവാക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അത് അവരുടെ സംസ്ഥാന കൗൺസിൽ പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള 6 MLAമാർക്ക് ഇനി മത്സരിക്കാൻ കഴിയില്ല. അതായത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ മത്സരിച്ച 6 പേർ ഇത്തവണ മാറി നിൽക്കും. PS സുബാൽ, GS ജയലാൽ, ചിറ്റയം ഗോപകുമാർ, E ചന്ദ്രശേഖരൻ, EK വിജയൻ, ഇങ്ങനെ തുടങ്ങുന്ന 6 പേരാണ് തൽക്കാലം മാറി നിൽക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ മാറി നിൽക്കുക. പകരം പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയും CPI നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നുണ്ട്. അവർ ഏകദേശം പട്ടിക തന്നെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൽ കൂടുതലും പുതുമുഖങ്ങളാണ്. പുതുമുഖങ്ങളെ മത്സരിപ്പിച്ചുകൊണ്ട് വലിയൊരു പോരാട്ടം തന്നെ കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CPI. കേരള കോൺഗ്രസ് എമ്മും അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ജോസ് കെ മാണി എവിടെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ആ തീരുമാനമെടുക്കേണ്ടത് കേരള കോൺഗ്രസ് എം ആണ്. കഴിഞ്ഞ ദിവസത്തെ ഇടതുമുന്നണി യോഗത്തിന് ശേഷം പുറത്തേക്ക് വന്ന ജോസ് കെ മാണിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, പാലായിൽ ആര് മത്സരിക്കുമെന്ന്. അത് പാർട്ടി തീരുമാനിക്കുമെന്ന്. നേരത്തെ റോഷി അഗസ്റ്റിൻ പറഞ്ഞിരുന്നു പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുമെന്ന്. എന്നാൽ ഇത്തവണ പാർട്ടി തീരുമാനിക്കും എന്ന് പറഞ്ഞതോടെ തന്നെ കൂട്ടായ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇടതുമുന്നണിയിലെ പാർട്ടികളുടെയൊക്കെ തന്നെ ചർച്ചകൾ, അവരുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. മാത്രവുമല്ല, ഒന്നിൽ കൂടുതൽ സീറ്റ് ചോദിക്കാൻ ചിലർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ തന്നെയും തൽസ്ഥിതി തുടരാനുള്ള നിർദ്ദേശമായിരുന്നു ഇടതുമുന്നണി കൺവീനർ അവരുടെ മുന്നിലേക്ക് വെച്ചത്. എന്നാൽ NCP പോലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ അവരുടെ പ്രശ്നങ്ങൾ, പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആരൊക്കെ മത്സരിക്കണം, എവിടെ മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. NCPയെ സംബന്ധിച്ചിടത്തോളം അവർ മത്സരിക്കുന്നത് പ്രധാനപ്പെട്ട സീറ്റുകളിലാണ്. ആ സീറ്റുകളിലൊക്കെ തന്നെ CPIഎമ്മിൻ്റെ പിന്തുണയോടുകൂടി മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഘടകകക്ഷിയെപ്പോലും പിണക്കണ്ട, അവർ ഏതൊക്കെ സീറ്റുകളിലാണോ മത്സരിച്ചിരുന്നത് ആ സീറ്റുകളിൽ തന്നെ അവർ മത്സരിക്കട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ പാർട്ടിയായ CPIM തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഈ തീരുമാനം ഒരു ആശ്വാസവുമാണ്. അതേസമയം UDF ആകട്ടെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ വലിയ തരത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രഖ്യാപിക്കുമെന്ന് വീമ്പിളക്കിയിരുന്നെങ്കിലും അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, UDFിലെ ചർച്ചകൾ ഇതുവരെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. പുതുയുഗ യാത്രയ്ക്ക് ശേഷമായിരിക്കും ഒരു പക്ഷേ ചർച്ചകളിലേക്ക് കടക്കുക. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശം ധാരണയായി എന്ന് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ഇത്തവണ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ ചില നേതാക്കന്മാർ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും ഇടതുമുന്നണി വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സീറ്റുകൾ വെച്ചു മാറുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിലായിരുന്നു. ഏതൊക്കെ സീറ്റുകളിലാണോ പാർട്ടികൾ മത്സരിച്ചിരുന്നത് ആ സീറ്റുകളിൽ തന്നെ അവർ മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഘടകകക്ഷികൾ അവരുടെ സ്ഥാനാർത്ഥികളെ മാത്രം തീരുമാനിച്ചാൽ മതി. അതോടുകൂടി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് LDF കടക്കുകയും ചെയ്യും.